ലൈംഗികാരോപണ കേസിൽപ്പെട്ട പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ പൂട്ടാൻ പോലീസ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പത്തനംതിട്ടയിലെ അനുയായികളുടെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഫോണുകൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തു. രാഹുലിനെതിരായ പ്രതിഷേധം തിരിച്ചുവിടാനുള്ള നീക്കങ്ങൾ നടക്കില്ല എന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറഞ്ഞു. വിവിധ തരത്തിലുള്ള പരാതികൾ ഉയർന്നുവന്ന പശ്ചാത്തലത്തിൽ രാഹുലിനെതിരെ ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിനെല്ലാം മുമ്പ് തന്നെ വിവാദമായ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസ് വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ടയിലെത്തിയ ക്രൈംബ്രാഞ്ച് സംഘവും അടൂർ പോലീസും ചേർന്ന് 5 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട്ടിൽ പരിശോധന നടത്തി. ഭാരവാഹി തെരഞ്ഞെടുപ്പിന് മുമ്പ് മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രവർത്തകരുടെ വീടുകളിലാണ് പരിശോധന നടത്തിയത്. രജിസ്റ്ററും ഫയലുകളും പരിശോധിക്കുന്നതിനൊപ്പം പ്രവർത്തകരുടെ മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. കേസിലെ മുഖ്യപ്രതി ഫെനി നൈനാന്റെ വീട്ടിലും പരിശോധന നടത്തിയിട്ടുണ്ട്. ക്രമക്കേട് തെളിയിക്കുന്ന കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തിയാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലും പരിശോധന നടത്താനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. രാഹുലിനെതിരായ പ്രതിഷേധം തുടരാൻ തന്നെയാണ് സിപിഎം തീരുമാനം. ബുധനാഴ്ച രാത്രി മുഖ്യമന്ത്രിയുടെ വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് യൂത്ത് കോൺഗ്രസും കുറെ ക്രിമിനലുകളും കൂടി ചേർന്ന് നടത്തിയിട്ടുള്ള കടന്നാക്രമം, പോലീസിന് നേരെ ഉണ്ടായിരുന്ന തീപ്പന്തം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള അക്രമം, അപ്പോൾ അത്തരത്തിലുള്ള അക്രമങ്ങൾ നടത്താനും അതുവഴി രാഹുലിൻ്റെ നേരെയുള്ള ജനരോഷം വേറൊരു വഴിയിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമമൊന്നും കേരളത്തിലേശാൻ പോകുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കുന്നത് നല്ലത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിലെത്തിയാൽ പ്രതിഷേധത്തിന്റെ സ്വഭാവം കുറച്ച് കടുപ്പിക്കാനാണ് സിപിഎം തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം.